ഇൻ ഫ്ലൂയിഡ്സ്, ദ്രവബലങ്ങൾ. എന്താണ് ഫ്ലൂയിഡ്സ് അഥവാ ദ്രവങ്ങൾ? ഏത് വസ്തുവിനാണോ ഫ്രീ ആയി ഫ്ലോ ചെയ്യുവാനും അതുപോലെ ഇരിക്കുന്ന കണ്ടെയ്നറിൻ്റെ അല്ലെങ്കിൽ വെസലിൻ്റെ ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നത് അവയെയാണ് ഫ്ലൂയിഡ്സ് അഥവാ ദ്രവങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. ഇവയാണ് ഫ്ലൂയിഡ്സ് അഥവാ ദ്രവങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു ബീക്കറിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു. ആ ബീക്കറിലെ വെള്ളത്തിൻ്റെ പുറത്തേക്ക് വളരെ പതുക്കെ ഒരു റേസർ ബ്ലേഡ് ഇടുകയാണ്. അങ്ങനെ വളരെ പതുക്കെ ആ റേസർ ബ്ലേഡ് ആ ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ആ ലിക്വിഡിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ആ ബ്ലേഡ് ലിക്വിഡിൻ്റെ മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്യുന്നതായി അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നതായി കാണാം. ഇതിൻ്റെ റീസൺ നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, സർഫസ് ടെൻഷൻ ആണ്, പ്രതലബലമാണ് ഇതിൻ്റെ റീസൺ. എന്താണ് സർഫസ് ടെൻഷൻ? ഇവിടെ നമുക്ക് കാണാം ഒരു ബീക്കറിലിരിക്കുന്ന വാട്ടർ ആണ് കാണുന്നത്. വാട്ടറിന്റെ മോളിക്യൂൾസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്, തന്മാത്രകൾ. എന്താണ് ഇവിടെ നടുവിലുള്ള ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വാട്ടർ മോളിക്യൂളിന് അതിൻ്റെ അടുത്തിരിക്കുന്ന മോളിക്യൂൾസിൽ നിന്ന് ഒരു ഫോഴ്സ്, ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. സോ ആ നടുക്കിരിക്കുന്ന മോളിക്യൂളിന് അതിൻ്റെ എല്ലാ വശത്തിരിക്കുന്ന മോളിക്യൂൾസിൽ നിന്നും ഈക്വലായി ഫോഴ്സ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി അതൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ അവിടെ നിൽക്കുന്നു. എന്നാൽ സർഫസിലിരിക്കുന്ന ഒരു തന്മാത്രയെ പരിഗണിക്കുകയാണെങ്കിൽ ആ മോളിക്യൂളിന് എല്ലാ ഡയറക്ഷനിൽ നിന്നും ഈക്വലായി ഫോഴ്സ് ലഭിക്കുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അടുത്തിരിക്കുന്ന മോളിക്യൂളിൽ നിന്നും അതുപോലെ താഴെ ഇരിക്കുന്ന മോളിക്യൂളിൽ നിന്നും മാത്രമേ സർഫസിലിരുന്ന ഒരു മോളിക്യൂളിന് ഫോഴ്സ് ലഭിക്കുന്നുള്ളൂ. അതിൻ്റെ മുകളിൽ മറ്റ് പാർട്ടിക്കിൾസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അതിന് മുകളിൽ നിന്ന് ഫോഴ്സ് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. സോ ഇതിൻ്റെ ഫലമായി സർഫസിലിരിക്കുന്ന പാർട്ടിക്കിൾസിലേക്ക് ഒരു റിസൾട്ടന്റ് ഫോഴ്സ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി അതൊരു സ്ട്രെച്ച് മെംബ്രെയിനായി, ഒരു പാളിയായി ആക്ട് ചെയ്യുന്നു. ഇതിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ട്രെച്ച്ഡ് ആയി നിൽക്കുന്ന ഈ മെംബ്രെയിന് വളരെ ചെറിയ വെയിറ്റിനെയൊക്കെ താങ്ങുവാനുള്ള കഴിവുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇൻസെക്ട്സ് ഒക്കെ വാട്ടറിന്റെ മുകളിലൂടെ നടന്നു നീങ്ങുന്നത്. വളരെ വെയിറ്റ് കുറഞ്ഞ ഇൻസെക്ട്സ് ഒക്കെ വാട്ടറിന്റെ മുകളിലൂടെ നടന്നു നീങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സാന്ദ്രതയെ മനസ്സിലാക്കുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒന്നുകൂടി നോക്കാം. ഇവിടെ രണ്ട് ട്യൂബിൽ വാട്ടർ നിറച്ചിരിക്കുന്നു. അതിൽ ഒരു ട്യൂബിൽ ഇരിക്കുന്നത് വാട്ടറും മറ്റു ട്യൂബിൽ ഇരിക്കുന്നത് സലൈൻ വാട്ടർ, ഉപ്പുവെള്ളവുമാണ്. അതിലെ വാട്ടർ ഇരിക്കുന്ന ട്യൂബിലേക്ക് ഒരു എഗ് ഇടുമ്പോൾ എഗ് താന്നു പോകുന്നതും കാണാം. എന്നാൽ ഉപ്പുവെള്ളത്തിലേക്ക് എഗ് ഇടുമ്പോൾ അത് പൊങ്ങിക്കിടക്കുന്നതും കാണാം. എന്താണ് അതിൻ്റെ റീസൺ? നിങ്ങൾക്കറിയാവുന്നതാണ്. അതിൻ്റെ റീസൺ ഡെൻസിറ്റി ആണ്. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിനെ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് ആ വസ്തുവിൻ്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ ആ വസ്തു വെള്ളത്തിലേക്ക് സിങ്ക് ചെയ്ത് പോകുന്നു, മുങ്ങിപ്പോകുന്നു. സോ ഇവിടെ എഗ്ഗ് വാട്ടറിലേക്ക് ഇടുന്ന സമയത്ത് എഗ്ഗിൻ്റെ സാന്ദ്രത വെള്ളത്തിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് എഗ്ഗ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയത്. എന്നാൽ സലൈൻ വാട്ടറിൽ എഗ്ഗ് ഇട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉപ്പുവെള്ളത്തിൻ്റെ ഡെൻസിറ്റി എഗ്ഗിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാണ്. സോ ഉപ്പുവെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറവായ എഗ്ഗിനെ ഉപ്പുവെള്ളത്തിലേക്ക് ഇടുമ്പോൾ എഗ്ഗ് ഉപ്പുവെള്ളത്തിൻ്റെ പുറത്ത് ഫ്ലോട്ട് ചെയ്യുന്നത് കാണാം. സോ ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി വാട്ടറിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് വാട്ടറിൽ ഇടുമ്പോൾ സിങ്ക് ചെയ്തു പോകും, താന്നു പോകും. എന്നാൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ മുകളിൽ തങ്ങി നിൽക്കുന്നു. ഇവിടെ സ്റ്റീൽ, അതായത് നമ്മുടെ റേസർ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. സോ സ്റ്റീലിനെ വാട്ടറിന്റെ മുകളിലേക്ക് വെച്ചപ്പോൾ അത് പൊങ്ങിക്കിടക്കുന്നതായി നമ്മൾ കണ്ടു. സ്റ്റീലിന്റെ ഡെൻസിറ്റി, സാന്ദ്രത വാട്ടറിന്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാണ്. സോ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ തീർച്ചയായും അത് മുങ്ങിപ്പോകണമല്ലോ. എന്നാൽ ഇവിടെ അത് മുങ്ങിപ്പോകാത്തതിന്റെ റീസൺ എന്താണ്? സർഫസ് ടെൻഷൻ ആണ്. ഡെൻസിറ്റി, സാന്ദ്രത എന്നാൽ മാസ് ബൈ വോളിയം ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ നമുക്ക് രണ്ട് ബ്ലോക്കുകൾ കാണാം, ബ്ലോക്ക് എയും ബ്ലോക്ക് ബിയും. രണ്ടുപേരുടെയും മാസ് 10 കിലോഗ്രാം ആണ്. എന്നാൽ എ എന്ന ബ്ലോക്ക് കുറച്ച് ചെറുതാണ്, അതായത് അതിൻ്റെ വോളിയം കുറവാണ്. എന്നാൽ ബി എന്ന ബ്ലോക്ക് വലിയ ബ്ലോക്കാണ്, അതിൻ്റെ വോളിയം കൂടുതലാണ്. സോ ഇവിടെ നമ്മുടെ രണ്ട് ബ്ലോക്കും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് ബ്ലോക്കിൻ്റെയും മാസ് 10 കിലോഗ്രാം ആണ്. എന്നാൽ വോളിയം ഡിഫറെൻ്റ് ആണ്.
എ ചെറുതും ബി വലുതുമാണ്. എന്നാൽ ഇവയിൽ ഏതിനാകും ഡെൻസിറ്റി കൂടുതൽ? നമുക്കറിയാം ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അതായത് ഇവിടെ മാസ് രണ്ടുപേർക്കും സെയിം ആണ്. പിന്നെ എന്താണ് ഡിഫറെന്റ്? വോളിയം ആണ് ഡിഫറെന്റ്. സോ നമുക്കറിയാം ഡി മുകളിലും ന്യൂമറേറ്ററിലും വോളിയം ഡിനോമിനേറ്ററിലുമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. സോ ഏത് ബ്ലോക്കിനാണോ വോളിയം കൂടുതൽ അതിന് ഡെൻസിറ്റി കുറവായിരിക്കും എന്ന് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബ്ലോക്ക് എയ്ക്കാണ് വോളിയം കുറവ്. സോ നമുക്ക് പറയാം ബ്ലോക്ക് എയുടെ ഡെൻസിറ്റി കൂടുതലായിരിക്കും എന്ന് പറയാം. സോ ഇവിടെ നമ്മൾ ഡെൻസിറ്റി ഏതിനാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന ഇക്വേഷനിൽ നിന്നാണ്. ഏതിനാണോ വോളിയം കുറവ് അവയ്ക്കായിരിക്കും ഡെൻസിറ്റി കൂടുതൽ, അങ്ങനെയാണ് കണ്ടെത്തിയത്. എന്നാൽ മറ്റൊരു രീതിയിൽ കൂടെ ഇതിനെ മനസ്സിലാക്കാം. അതിനായി ഇവിടെ നമുക്ക് രണ്ട് ഫോറസ്റ്റ് കാണാം, ഫോറസ്റ്റ് എ ആൻഡ് ഫോറസ്റ്റ് ബി. ഫോറസ്റ്റ് എ വലിയൊരു ഫോറസ്റ്റ് ആണ്, സൈസിൽ വലിയൊരു ഫോറസ്റ്റ് ആണ്. എന്നാൽ ഫോറസ്റ്റ് ബി ചെറിയൊരു ഫോറസ്റ്റ് ആണ്. ഈ ഫോറസ്റ്റ് എയിൽ 100 ആനിമൽസ് താമസിക്കുന്നു, ഫോറസ്റ്റ് ബിയിലും 100 ആനിമൽസ് താമസിക്കുന്നു. എന്നാൽ ഫോറസ്റ്റ് എ ആണോ ഫോറസ്റ്റ് ബി ആണോ കൂടുതൽ സാന്ദ്രതയുള്ളത്, കൂടുതൽ ഡെൻസർ ആയുള്ളത്? ഇവിടെ ഫോറസ്റ്റ് എയിലും ഫോറസ്റ്റ് ബിയിലും 100 ആനിമൽസ് ആണ് താമസിക്കുന്നത്. എന്നാൽ ഫോറസ്റ്റ് എ വലിയ ഫോറസ്റ്റ് ആണ്, പക്ഷേ ഫോറസ്റ്റ് ബിയോ ചെറിയ ഫോറസ്റ്റ് ആണ്. സോ ചെറിയൊരു സ്ഥലത്ത് 100 ആനിമൽസ് തിങ്ങിപ്പാർക്കുന്നു, അതാണ് ഫോറസ്റ്റ് ബിയുടെ കേസ്. എന്നാൽ ഫോറസ്റ്റ് എയുടെ കേസ് വലിയ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ വലിയൊരു ഫോറസ്റ്റിൽ 100 ആനിമൽസ് താമസിക്കുന്നു. ഇവിടെ എവിടെയാണ് സാന്ദ്രത കൂടുതൽ? തീർച്ചയായും ചെറിയൊരു ഫോറസ്റ്റിൽ 100 ആനിമൽസ് താമസിക്കുമ്പോൾ നമുക്ക് പറയാം ഫോറസ്റ്റ് ബിക്കാണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത കൂടുതൽ. വാട്ടറിന്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. എന്താണത് മീൻ ചെയ്യുന്നത്? നമുക്കറിയാം ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ടറിന്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്ന് പറഞ്ഞാൽ അത് എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ 1 മീറ്റർ ഉള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ വാട്ടർ ഇരിക്കുകയാണ്. എത്ര വാട്ടർ ഇരിക്കുന്നു? 1000 ഗ്രാം വാട്ടർ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. സോ ഇവിടെ ഇരിക്കുന്ന വാട്ടറിന്റെ മാസ് 1000, വോളിയം എത്രയാണ്? 1 മീറ്റർ ക്യൂബ്. സോ ഇവിടെ വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് പറയാം? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നമുക്ക് കാണാം ഒരു ഷിപ്പ് കടലിൽ പൊങ്ങിക്കിടക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഷിപ്പിന് കടലിൽ പൊങ്ങിക്കിടക്കുവാനായി സാധിക്കുന്നത്? സർഫസ് ടെൻഷൻ ആണോ, സർഫസ് ബലമാണോ അതിന്റെ റീസൺ? ഒരിക്കലുമല്ല. ഷിപ്പിന് വളരെ വെയിറ്റ് ഉണ്ട്. സോ അത്രയും വെയിറ്റിനെ ഒരിക്കലും വാട്ടറിന്റെ ആ സ്ട്രെച്ച് മെംബ്രെയിന് താങ്ങാൻ സാധിക്കില്ല. സോ അവിടെ സർഫസ് ടെൻഷൻ അല്ല റീസൺ. പിന്നെ എന്താണ് റീസൺ? പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു റീസൺ ആണ് ഏതെങ്കിലും ഒരു വസ്തു വാട്ടറിൽ ഇടുകയാണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി വാട്ടറിനേക്കാൾ കൂടുതലാണെങ്കിൽ വാട്ടറിൽ സിങ്ക് ചെയ്ത് പോകും അഥവാ മുങ്ങിപ്പോകും, കുറവാണെങ്കിൽ വാട്ടറിന്റെ മേൽ ഫ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുമെന്ന് കണ്ടു. സോ ഇവിടെ ഷിപ്പ് ആൻഡ് വാട്ടർ ആണ്. ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അയൺ, സ്റ്റീൽ എന്നീ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. തീർച്ചയായും അയണിന്റെയും സ്റ്റീലിന്റെയും ഡെൻസിറ്റി സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രതയേക്കാൾ കൂടുതലാണ്. സോ ഇവിടെ ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അയണും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഷിപ്പ് വാട്ടറിൽ പൊങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടോ? ഡെൻസിറ്റി കൂടുതലാണ് വാട്ടറിനേക്കാൾ, അത് സിങ്ക് ചെയ്ത് പോകാനാണ് ചാൻസ്. പിന്നെയും ഷിപ്പ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. എന്താണ് അതിന്റെ റീസൺ? അതിന്റെ ഒരു റീസൺ ആണ് ഷിപ്പിന്റെ ആവറേജ് ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ, ആവറേജ് സാന്ദ്രത എടുക്കുകയാണെങ്കിൽ അത് വാട്ടറിന്റെ ഡെൻസിറ്റിയേക്കാൾ കുറവാണ്. അതായത് ഈ ഷിപ്പിൽ അയൺ അല്ലെങ്കിൽ സ്റ്റീൽ മാത്രമാണോ ഉള്ളത്? അതിൽ ധാരാളം പാസഞ്ചേഴ്സ് ഉണ്ട്, അവരുടെ ലഗേജ് ഉണ്ട്, ഒരുപാട് വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. സോ ഷിപ്പിന്റെ വോളിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന മാസ്, അതിനെയാണല്ലോ സാന്ദ്രത എന്ന് പറയുന്നത്. സോ അവിടെയുള്ള മൊത്തം വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കുറവാണ്. അതായത് ഷിപ്പിൽ ഒരുപാട് വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. സോ അതിന്റെ ടോട്ടൽ വോളിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മാസ് കുറവാണ്, അതായത് അതിന്റെ സാന്ദ്രത കുറവാണ്. അതുകൊണ്ടാണ് ജലത്തിന്റെ മുകളിൽ ഷിപ്പ് പൊങ്ങിക്കിടക്കുന്നത്. അതിന്റെ ആവറേജ് ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിയേക്കാൾ കുറവാണ്. എന്നാൽ അത് മാത്രമല്ല റീസൺ, മറ്റൊരു റീസൺ കൂടിയുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം.